അവൻ പോയി. യേശു പറഞ്ഞ യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി. അതാണ് വിഷയം. അതായത് രോഗി പേഷ്യൻ്റ് ഇവിടെ ഇല്ല, പേഷ്യൻ്റ് വളരെ അകലെയാണ്. പക്ഷെ എന്താണ് ഉള്ളത്? ആ അപ്പൻ അല്ലെങ്കിൽ ആ രാജസേവകൻ കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിച്ചു. അപ്പോഴേ ഈ വിശ്വാസത്തിന് നിലവാരം തന്നെ വ്യത്യസ്തങ്ങളായ നിലവാരമാണുള്ളത്. അതായത് നമ്മുടെ മുമ്പിൽ വരണ വിഷയങ്ങൾ, ഇപ്പം ചെറിയ വിഷയങ്ങളുണ്ടാകാം, വലിയ വിഷയങ്ങളുണ്ടാകാം. അപ്പോൾ വലിയ വിഷയങ്ങൾക്ക് വലിയ വിശ്വാസമാണ് വേണ്ടത്, ചെറിയ വിഷയങ്ങൾക്ക് ചെറിയ വിശ്വാസവും. പക്ഷേ അതിനേക്കാൾ ഉപരി ഇപ്പോൾ ഈ മെലിൻഡയുടെ വിശ്വാസം വലിയ വിശ്വാസമാണ്. എന്താ പ്രശ്നം? ഈ ആണി രോഗം ബാധിച്ച മകൻ സ്പെയിനിലാണ്, അവർ പാലായിലും. അമ്മ എനിക്ക് നടക്കാൻ പറ്റില്ല, എനിക്ക് കാല് കുത്താൻ പറ്റണില്ല, എൻ്റെ നടപ്പ് തന്നെ വിലക്ഷണമായിക്കൊണ്ടിരിക്കണം എന്ന് പറയുമ്പോൾ അമ്മ എന്താ ചെയ്യണമെന്നറിയാവോ? ആ സാക്ഷി നിങ്ങൾ ഒന്നുകൂടി കേൾക്കണം, നല്ല രസമാണ്. അവർ ഈ മകൻ്റെ കാലിൽ ആണിയുള്ള കാലിൻ്റെ പാദം ആണെന്ന് സങ്കല്പിച്ചിട്ട് തൻ്റെ പാദത്തിൽ, മെലിൻഡയുടെ പാദത്തിൽ വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം തേക്കും. ഒരു ഫെയ്ത്ത് എക്സിക്യൂഷനാണിത്. ആളെവിടെയാണ്? ആൾ യൂറോപ്പിലാണ്. ആ യൂറോപ്പിലാകുന്ന ആളുടെ പാദം യേശുക്രിസ്തു വിശ്വാസത്തിൽ മനസ്സിൽ കാണും. വെറുതെ മനസ്സിൽ കാണുന്നതല്ല, അത് സങ്കല്പമെന്ന് പറയും. അങ്ങനെയല്ല, വിശ്വാസത്തിൽ മനസ്സിൽ കാണും. വിശ്വാസത്തിൽ മനസ്സിൽ കാണുമ്പോഴെന്ന് പറയും, പൗലോസ് അപ്പോസ്തലൻ പറയും, നമ്മൾ വിദൂരസ്ഥരാകാം പക്ഷേ സമീപസ്ഥരാകും. വിശ്വാസത്തിൽ നമ്മൾ ക്രിസ്തുവിൽ സമീപസ്ഥരാണ്. അവിടെയാണ് അത് വർക്കൗട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ്. അതായത് ബൈബിളിൽ ഒരു വ്യക്തി രക്ഷപ്പെടാനുള്ള എല്ലാ വചന സൂത്രങ്ങളും ഉണ്ട്. പക്ഷെ അത് ഒക്കൾട്ടാണ്, എന്നുവെച്ചാൽ ഗൂഢവചനം. പറഞ്ഞോളൂ. എഫേസ്യൻസ് 2:13 എന്നാൽ ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശുക്രിസ്തുവിൽ അവന്റെ രക്തം വഴി സമീപസ്ഥരായി. അപ്പം ഈ സ്ഥലത്തിൻ്റെ അകലങ്ങൾ മാറണത് ക്രിസ്തുവിലാണ്. സമയത്തിൻ്റെ അകലങ്ങൾ മാറണതും സ്ഥലത്തിൻ്റെ അകലങ്ങൾ മാറണതും ക്രിസ്തുവിലാണ്. ഇപ്പം കാനായിലെ കല്യാണ കുടുംബത്തിൽ സമയത്തിൻ്റെ അകലമാണ് ഉണ്ടായിരുന്നത്, സമയമാകാത്തൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അവിടെ മധ്യസ്ഥം വഹിച്ചപ്പോൾ ആ ആകാത്ത സമയം അടുത്തു. ഇപ്പോഴത്തെ വിഷയം എന്താ? സെൻറ്റ് പോൾ പറയണത് എഫെസ്യൻസ് 2:13 പറയണത്, വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ക്രിസ്തുവിൽ സമീപസ്ഥരായിരിക്കും. അതായത് വിശ്വാസത്തിലാണ് നമ്മൾ സമീപസ്ഥമായിരിക്കും. അപ്പോൾ അവിടെ വിശ്വാസത്തിൻ്റെ ഇടയിൽ സ്പേസ് ഇല്ല. നമ്മൾ കമ്പ്യൂട്ടറൊക്കെ ചെയ്യുമ്പോൾ സ്പേസ് ഇട്ട് അടിക്കത്തില്ലേ? വിശ്വാസത്തിൽ സ്പേസ് ഇല്ല. ക്രിസ്തുവിൽ നമ്മൾ സമീപസ്ഥമാകും. ഇപ്പോൾ എത്രയോ പേരാണ് നമ്മുടേത് വ്യത്യസ്തങ്ങളായ കാലത്ത് നമ്മളുടെ എല്ലാവരും പകുതി, എനിക്കറിയാവുന്ന ഒരു 30% വിശ്വാസികൾ വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിലാണ് ഇപ്പോഴും. അപ്പം നമ്മളവർക്ക് അവർ നമ്മളെ കാണാൻ പറയാത്ത നമ്മൾ സ്കൈപ്പിൽ എന്ന് പറയണത് ക്രിസ്തുവിലല്ല, അത് സ്കൈപ്പിലാണ്. ആ സമീപസ്ഥം എന്ന് പറയുമ്പോൾ നിൽക്കണേപ്പിൽ അത് മാഞ്ഞു പോവുകയും ചെയ്യും. ഇപ്പോൾ സ്കൈപ്പിൽ കാണുന്നു, നിങ്ങൾ വീഡിയോ കോൾ നടത്തുന്നൊക്കെ പറയുന്നില്ലേ, അത് ആ നിൽക്കണേപ്പിൽ അത് മാഞ്ഞു നെറ്റ് പോകുമ്പോൾ അത് പോവുകയും ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് വേണ്ടത് നമുക്ക് വെക്കും. പക്ഷെ അങ്ങനെയല്ല, 24 hours നമുക്ക് സമീപസ്ഥമായിരിക്കണം വിശ്വാസത്തിലാണ്. ക്രിസ്തുവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിൻ്റെ മകൻ ഏത് രാജ്യത്ത് ജീവിച്ചാലും, നിൻ്റെ മകൾ, നിൻ്റെ ഭർത്താവ്, നിൻ്റെ കുഞ്ഞുങ്ങൾ, അവർ ഏത് രാജ്യത്ത് ജീവിച്ചാലും നിൻ്റെ വീട്ടിൽ തന്നെ താമസിക്കണ പോലെയാണ്. കാര്യം എന്താണ്? നീയും അവനും. അത് നിൻ്റെ വിശ്വാസത്തിൽ നീ നിൻ്റെ വ്യക്തികൾ, നിൻ്റെ ബന്ധുക്കൾ, സ്വന്തപ്പെട്ടവർ നിൻ്റെ സമീപത്താണ്. ആ ഒരു ബോധം, അതൊരു ബോധമാണ്. ഞാൻ ഇടയ്ക്ക് പറയും, നമ്മളുടെ വിശ്വാസം എന്ന് പറയണത് ഒരു ബോധമാണെന്ന് പറയും, അല്ലേ? ഒരു ബോധമാണ്, അറിവാണ്. ഈ നിത്യത എന്ന് പറയണത് എന്താണ്? സ്വർഗമെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബോധമാണ്. നമ്മൾ ബോധത്തിലാണത് അറിയണത്. ഏക സത്യദൈവമായ നിന്നെയും
നീ അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവൻ. ഇല്ലേ? നമ്മൾ 17:3 വായിക്കത്തില്ലേ? ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവൻ. ആ അറിവ് എന്തുകൊണ്ടാണ് നമ്മൾ അറിയണത്? കണ്ണുകൊണ്ടാണ് കാണുന്നത്. കണ്ണുകൊണ്ട് കാണത്തില്ലെന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ടല്ലോ. കണ്ണുകൊണ്ട് കാഴ്ചയ്ക്ക് അതീതമാണ്. പിന്നെന്താണ്? ബോധത്തിലാണ് നമ്മൾ സ്വർഗത്തിൽ ദൈവത്തെ അറിയണത്. ദൈവവും ഒരു വലിയ ബോധമാണ്. അതുകൊണ്ടാണ് ഈ ബോധങ്ങളുടെ ഐക്യങ്ങളിൽ ആനന്ദം ഉണ്ടാകുന്നത്. ആനന്ദം, ഞാൻ നിങ്ങൾക്ക് തരുന്ന ആനന്ദം ആരും എടുത്തു കളയാത്ത ആനന്ദമായി മാറണത് ഇഹത്തിൽ പോലും ആ ഒരു ബോധമുണ്ടെങ്കിൽ ആ ബോധത്തിലെ ഒരു വിശ്വാസിക്ക് ക്രിസ്തീയ ആനന്ദം അനുഭവിക്കാൻ കഴിയും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. യേശുവേ ആരാധന. കർത്താവേ, ഉടമ്പടി ധ്യാനത്തിലൂടെ ഞങ്ങളെ വലിയ ബോധ്യങ്ങളിലേക്ക് നയിക്കുന്നതിന്, ദൈവാനുഭവത്തിലേക്ക് നയിക്കുന്നതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പൊഴിച്ചുകൊണ്ടായിരിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ായിരുന്നു കൊണ്ട് തത്സമയ നിയോഗങ്ങൾ സമർപ്പിക്കുന്നവരെ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ മെലിൻഡ എന്ന് പറഞ്ഞ ഈ സഹോദരി അമ്മച്ചി ചെയ്തിരിക്കണത്, അവരെന്താ ചോദിച്ചാൽ അവർ ഉടമ്പടി തൈലം എടുത്തിട്ട്, അറിയാലോ ഉടമ്പടി തൈലം 12 പ്രാവശ്യം ശോപ്രവാണം ചൊല്ലി എല്ലാ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ നമുക്ക് പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങളെല്ലാം സ്വരുക്കൂട്ടിക്കൊണ്ടുള്ള ഒരു പ്രത്യേക വൈൻഡിങ് പ്രയർ ചൊല്ലിയാണ് ഇത് വെഞ്ചരിക്കുന്നത്. ഇവരിത് എടുത്തിട്ട് ഇവരുടെ കാലിൽ അപ്ലൈ ചെയ്യും. ആര്? മകൻ്റെ കാലാണെന്ന് യേശുക്രിസ്തുവിൽ പ്രഖ്യാപിച്ചിട്ട്. ഈ വിശ്വാസം ആക്ടിവേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ പ്രഖ്യാപനമാണ്. എല്ലാം ക്രിസ്തുവിലാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. ക്രിസ്തുവിൽ ഈ കാല് എൻ്റെ മകൻ്റെ കാലാണെന്ന് ഞാൻ കരുതുന്നു. കാര്യം എന്താണ്? വിശ്വാസം എന്ന് പറയുന്നത് ഒരു കരുതലാണ്. ഇപ്പം രക്തസ്രാവക്കാര രോഗി എന്താ പറഞ്ഞത്? അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ എങ്കിലും തൊട്ടാൽ താൻ സൗഖ്യപ്പെടുമെന്ന് അവൾ ഉള്ളിൽ കരുതിയിരുന്നു. ലൂക്കാസ് വിശുദ്ധ നോക്കിയേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ. സ്തുതിക്കുന്ന കർത്താവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം. കർത്താവേ, ഞങ്ങളെ സ്പർശിക്കണമേ കർത്താവേ. വിശുദ്ധ മത്തായി സുവിശേഷം 9:21. അവൻ്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി. എന്താണ്? എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചിരുന്നു. ഈ വിശ്വാസം പ്രഖ്യാപിക്കുന്നത് ഉള്ളിലെ വിചാരമായിട്ടാണ്. മെലിൻഡ എന്താ ചെയ്തിരിക്കുന്നത്? ഉള്ളിലെ വിചാരമാണ്. ക്രിസ്തുവിൽ തൻ്റെ പാദം മകൻ്റെ പാദമായിട്ട് ഉള്ളിൽ വിചാരിക്കുകയാണ്. ആരല്ലേ? ക്രിസ്തുവിലെ. ഇതാണ് ഈ ക്രിസ്തുവിൽ വിചാരിക്കുമ്പോഴാണ് ഈ സംഭവം വിദൂരസ്ഥരെ സമീപസ്ഥമാകുന്നത്. ആ സ്ഥലത്തിൻ്റെ വിശാലമായത്, ആ വലിയ സ്പേസ് ഷോർട്ടൻ ചെയ്യണത് അങ്ങനെയാണ്. ഇതുപോലെ തന്നെയാണ് കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ പോലും കർത്താവിൻ്റെ ശക്തി ഉണ്ടെന്ന് എത്രയോ പേര് കർത്താവിൻ്റെ വസ്ത്രത്തേക്ക് തിക്കി ഞെരിഞ്ഞപ്പോൾ അവർ അപ്പോസ്തലന്മാർ ചോദിക്കുന്നുണ്ട്, നിന്നെ തിക്കി ഞെരിക്കുന്നില്ലേ? ആയിരക്കണക്കിന് മനുഷ്യർ നിൻ്റെ വസ്ത്രത്തെ പോലും സ്പർശിക്കുന്നുണ്ട്, എന്നിട്ട് അവിടെ ഒരു സൗഖ്യമില്ല. അവിടെയാണ് വിഷയം വരുന്നത്. അതായത് ഈ ഉള്ളിൽ വിചാരിപ്പിലാണ് വിഷയം ഇരിക്കുന്നത്. 10,000 പേര് കർത്താവിന് ഞെരിക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിലാരാണ് ഉള്ളിൽ വിചാരിക്കണത് അവർക്കാണ് അനുഭവം വരണത്. രക്തസ്രാവക്കാർ രോഗി വിചാരിച്ചു, വെറുതെ വിചാരിച്ചതല്ല. എന്താണ്? വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ പോലും പവറായിരിക്കും, ഡിവൈൻ പവറായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതാണ് വിശ്വാസം, അതാണ് വിചാരിപ്പെന്ന് പറയണത്.
ഈ വിചാരിക്കുന്നതിനെ നമ്മളങ്ങനെ വിചാരിക്കുമ്പോൾ അതിൽ ഉള്ളത് എന്താണ് അത് നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഇപ്പം മിലിംഗ്ടൺ ആ ചേച്ചി എന്താ ചെയ്തത്? കർത്താവിൽ അവൾ വിചാരിച്ചു, എൻ്റെ മകൻ്റെ കാലാണിതെന്നും പറഞ്ഞ് വിചാരിച്ചു. ഇത് വിശ്വാസത്തിൻ്റെ ഒരു ലെവലാണ്. എന്നിട്ട് അവരുടെ കാലിൽ ഉടമ്പടി തൈലം 10 സ്ഥലത്ത് ഇങ്ങനെ വിശ്വാസ പ്രമാണം ചൊല്ലി തൊടുമ്പോൾ ഒരു ദിവസം കഴിയുമ്പോഴവിടെ തന്നെ പെട്ടെന്ന് ഈ മകൻ വിളിക്കും, അമ്മേ എനിക്ക് എല്ലാ വേദനയും മാറി, ആ ആണി അടന്നു പോയെന്ന് പറയും. എവിടെയാണ്? സ്പെയിനില്ലേ. ഈ സാക്ഷ്യം ഞാൻ കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ സാക്ഷ്യം ക്യാച്ച് ചെയ്ത്. എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പല സാക്ഷ്യങ്ങൾ, ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. പണ്ടിതുപോലെ വല്ലാത്ത ഉദരവേദന ഉണ്ടായിരുന്ന മകൾ നാട്ടിലില്ല. അമ്മയുടെ വയറ്റിൽ ഉടമ്പടി തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടുണ്ട്, അത് സൗഖ്യപ്പെട്ടിട്ടുണ്ട്. ഇത് പല സാക്ഷ്യങ്ങളുണ്ട്, നമ്മുടെ യൂട്യൂബിലുണ്ടത്. മകൾക്ക് കുഞ്ഞുങ്ങളില്ല, പക്ഷേ മകൾ നാട്ടിലില്ല. അതുകൊണ്ട് അമ്മയുടെ ഉദരത്തിൽ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി യേശു ക്രിസ്തുവിൽ പ്രഖ്യാപിക്കും. ഇതെല്ലാം ഒരു പ്രഖ്യാപനം. വിശ്വാസം എന്ന് പറയുന്നത് ഒരു പ്രാർത്ഥനയല്ല, ഒരു പ്രഖ്യാപനമാണ്. എന്താണ് ഈ പ്രഖ്യാപനം എന്ന് പറയുന്നത്? എങ്ങനെയാണ് ഈ പ്രഖ്യാപനം വരണത്? എന്താണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്? അതെല്ലാം നമ്മൾ അറിയണം. എന്താണ്? യേശു കർത്താവാണെന്നാണ് പ്രഖ്യാപിക്കുന്നത്. ആദിമസഭയാണ് ഇത് കണ്ടുപിടിച്ചത്, അഥവാ ആദിമസഭയ്ക്കാണ് പരിശുദ്ധാത്മാവ് ഇത് നൽകിയത്. കാര്യം യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് പ്രഖ്യാപിക്കും. പിന്നെന്ത് ചെയ്യും? 2 കാര്യങ്ങളാണ് ഈ ക്രിസ്തുവിനെ അനുഭവിക്കാൻ വേണ്ടിയുള്ള എളുപ്പമാർഗം സഭയിലുള്ളത്. ഒന്ന്, യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയണം. അങ്ങനെ അധരം കൊണ്ട് ഏറ്റു പറയണതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണം നമ്മൾ. എന്താണ്? ദൈവം അവന് മരിച്ചുവെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. ഇതാണ് വിശ്വാസം വന്നിരിക്കുന്നത്, ഹൃദയത്തിലാണ്. അപ്പം അത് റോമ 10:9 ഒരു വല്ലാത്ത വചനമാണ്. അതിലാണല്ലോ ഈ ഉടമ്പടി തൈലം എല്ലാം വർക്കൗട്ട് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് ഉടമ്പടി തൈലം തേക്കുമ്പോൾ എങ്ങനെയാണ് ആണി രോഗമാണ് പോണത്? അതല്ല പ്രശ്നം. ഉടമ്പടി തൈലമൊക്കെ ഒരു മീഡിയമാണ്. ആ മീഡിയം ഉപയോഗിക്കണത് എന്താണ്? ഞങ്ങളെ വിശ്വാസ പ്രമാണം ചൊല്ലിയും യേശുവിൻ്റെ നാമത്തിലാണ് അത് ആശീർവദിക്കണത്. അപ്പോൾ അത് കർത്താവിൻ്റെ ഒരു വിശുദ്ധ മീഡിയമായിട്ട് പ്രവർത്തിക്കുകയാണ്. സാധാരണ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന വെളിച്ചെണ്ണ പോലെ അല്ലത്. അത് ഈശോയുടെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെന്താ ചെയ്തിരിക്കണത്? ഞങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് കൊണ്ട്. ഇപ്പോൾ എന്താണ് എൻ്റെ കപ്പാസിറ്റി എന്ന് പറയണത്? ഞാൻ ഒരു 21 ലക്ഷം മനുഷ്യരെ കർത്താവിന് വേണ്ടി കൗൺസിൽ ചെയ്തൊരു കപ്പാസിറ്റിയാണ്. പിന്നെ എന്താ കപ്പാസിറ്റി? എൻ്റെ ഒരു നല്ല കാലത്ത് 2004 പരിശുദ്ധ അമ്മ അൾത്താറയിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ടി മാത്രം ദൈവം എനിക്കൊരു യോഗ്യത തന്നൊരു കപ്പാസിറ്റിയാണ്. ഞാനിത് വലിമയായിട്ട് പറയണതല്ല, ഒരു സാധനം. പക്ഷേ അതിലേക്ക് വന്നത് എന്താണ്? അതിലേക്ക് വന്നത് ദൈവത്തോടുള്ള കുഞ്ഞുനാൾ പോലും കർത്താവിന് മഴയത്താണ് ഞാൻ പള്ളിയിൽ പോകണമെങ്കിലും കുർബാന കൊടുക്കാൻ വേണ്ടി വൈദികരെതിരെ വരികയാണെങ്കിൽ, കുർബാന കൊടുക്കാൻ വേണ്ടിയാണ്, രോഗികളെ കുർബാന കൊടുക്കാനാണ് വൈദികം പോകണമെന്ന് കണ്ടാൽ ഞാൻ അവിടെ നനഞ്ഞ മണ്ണിലായാലും മുട്ടേ നിൽക്കും. അതൊരു ബന്ധമാണ് ശരിക്കും. ഇത് പുതുതായിട്ട് അച്ഛനായതിന് ശേഷം ഉണ്ടായൊരു ബന്ധമല്ലത്. അത് നല്ല കത്തോലിക്ക ചൈതന്യമുള്ള പാവപ്പെട്ട മാതാപിതാക്കന്മാർക്ക് ഇന്ന് പകർന്നു കിട്ടിയതാണ്. ഈശോയാണ് പോണത്, നീ മുട്ടേ നിൽക്കണമെന്ന് മാതാപിതാക്കന്മാർ പകർന്നു തന്നതാണ്. ഇന്ന് എല്ലാം നമ്മൾ പകർന്നു കൊടുക്കും മാതാപിതാക്കന്മാർ, യേശുവിനെ ഒഴിച്ച്. അവരെ കുറ്റം മക്കളെ കുറിച്ചൊരു കാര്യമില്ല. നമ്മളെല്ലാം മക്കൾക്ക് പകർന്നു കൊടുക്കും. എന്താണ് നമ്മൾ കൊടുക്കാത്തത്? യേശുവിനെ ഒഴിച്ച്, യേശുവിനെ പകർന്നു കൊടുക്കാൻ നമുക്കറിയണം. അതിനാണ് ഇതുപോലുള്ള ധ്യാനങ്ങൾ നമ്മൾ കൂടുന്നതിൻ്റെ ഉദ്ദേശം. അങ്ങനെ പകർന്ന് കിട്ടിയാൽ ദൈവം ഒരിക്കലും ഒരു മനുഷ്യരിൽ നിന്ന് അകന്ന് പോകത്തില്ല. ഞാൻ അച്ഛൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം, അങ്ങനെ ഞാനത് അറിയാതെയാണെങ്കിലും കർത്താവിൻ്റെ പ്രത്യേക പരിപാലനയിൽ ആ വിശ്വാസം മെയിൻറ്റെയിൻ ചെയ്ത്, എന്നിട്ട് ചെറിയ വിശ്വാസത്തിൽ നിന്ന് വലിയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു. വലിയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു വെച്ച് കഴിഞ്ഞാൽ, സുനാമി നടക്കുമ്പോൾ ഞാൻ ആലപ്പുഴ അന്ധകാരനഴി മുഖത്ത് നിൽക്കുകയാണ്. 2ാമത്തെ സുനാമിക്ക്, 3ാമത്തെ സുനാമി വരാൻ പോകുന്ന റേഡിയോയിൽ ടെലിവിഷനിലും വിളിച്ച് പറയുമ്പോൾ ജനം
കിട്ടിയതും പെറുക്കിക്കൊണ്ട്, കൈ കിട്ടിയത് ആട് പശുവിനെയൊക്കെ എടുത്ത് ഓട്ടോറിക്ഷയെ കയറ്റി ആടിനെയൊക്കെ കയറ്റി ആടിനെ സൈക്കിളെ വെച്ചൊക്കെ കിട്ടിയതും പെറുക്കിക്കൊണ്ട് പോകുന്ന വലിയൊരു കാഴ്ച എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും കാണാത്തൊരു കാഴ്ചയാണ്. എങ്ങനെയാണ് അഭയാർത്ഥികൾ പോകുന്നതെന്ന്, എൻ്റെ തീരെ നാട് എങ്ങനെയാണ് ഒഴിഞ്ഞു പോണതെന്ന് നമുക്ക്. അതായത് അവിടെ ആ സമയത്ത് KR ഗൗരിയമ്മ വന്നു, മന്ത്രിയാണെന്നവരെ. അവിടെ ഈ പോലീസും പട്ടാളം എല്ലാം വന്നവിടെ, പോലീസൊക്കെ വന്നു. പക്ഷേ മൂന്നാമത്തെ തിര വരുന്നുവെന്ന് അറിഞ്ഞപ്പോൾ ഒരു കണക്കിനാണ് മന്ത്രി അവിടെ നിന്ന് പോയത്. പോലീസിനെ കാണാനില്ല. ഞാനതിൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, മൂന്നാമത്തെ തിരയുടെ അവസ്ഥ അറിയാമല്ലോ, റേഡിയോയിൽ വന്നിരിക്കുന്നത് ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചു, വേളാങ്കണ്ണി പോലും കടൽ കയറി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മരണ റിപ്പോർട്ടല്ലേ. അന്തരീക്ഷം തന്നെ എല്ലാം മാറിപ്പോയി. നമ്മളിപ്പോൾ കാണുന്ന അന്തരീക്ഷം അല്ലത്. ഭയങ്കര കാർമേഘം കയറി ശീതക്കാറ്റടിച്ചിട്ട് കടലിങ്ങനെ കറുത്തുരുണ്ട് പെരുണ്ട് വരുന്ന ഒരു സംഭവമാണിത്. ആ സമയത്ത് മൂന്നാമത്തെ 10:10 മൂന്നാമത്തെ വേവ് ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ മുമ്പിലുള്ളത് മദർ തെരേസയുടെ 3 സിസ്റ്റേഴ്സുണ്ട്. ആൾക്കാരൊത്തിരിയുണ്ട്, ഒരു കഥയില്ല. എന്തെങ്കിലും സംഭവിച്ചാൽ ഇന്ന് നമ്മൾ കാണിക്കുന്ന മസിലില്ലേ, അതിനെക്കൊണ്ട് അടക്കാനേ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒന്നും സംഭവിക്കാത്തോളം കാലം കേമന്മാരാണ്, ഞങ്ങൾ ഭയങ്കര സംഘടനാ പ്രാപകരാണെന്നൊക്കെ പറഞ്ഞില്ലേ. ഒരു വിഷയം വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഞാൻ അങ്ങനെ ആ മനുഷ്യന്മാർ അവിടെ കടപ്പുറത്ത് തടിച്ചു കൂടിയ മനുഷ്യരെ കൊണ്ട് നമുക്കൊരു പ്രയോജനമില്ല. അപ്പോൾ എനിക്കെന്താണ്, എൻ്റെ മുമ്പിൽ മദർ തെരേസയുടെ 3 സിസ്റ്റേഴ്സ് ഉണ്ട്. അവരിതുപോലെ വിഷയം അറിഞ്ഞ് പ്രാർത്ഥിക്കാൻ വന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, സിസ്റ്ററെ പെട്ടെന്ന് വരാൻ പറഞ്ഞു. അത് ഞാൻ കടപ്പുറത്ത് നിൽക്കിയിരുന്നു. ഞങ്ങൾ 3 സിസ്റ്റേഴ്സും ഞാനും കൂടി കടലിലോട്ട് നടന്ന് ചെന്നിട്ട് അവിടെ മുട്ടിയെ നിന്ന്, കൈ കോർത്ത് മുട്ടിയെ നിന്ന്. കാര്യം എൻ്റെ മനസ്സിലൊരു വചനം ഉണ്ടായിരുന്നു, കടലിനെ ഓടാമ്പരി വഹിക്കേണ്ടത് കർത്താവാണെന്ന് ജോബ് പറഞ്ഞിട്ടുണ്ടത്. ഞാൻ ആ വചനം അങ്ങനെ തന്നെ എടുത്തു. ഞാൻ പറഞ്ഞു, കർത്താവേ, സമുദ്രത്തിന് ഓടാമ്പൽ വെച്ചത് നീയാണ്. കർത്താവേ, ആ ഓടാമ്പൽ വീണ്ടും തിരിച്ച് വെക്കണേ, ഞങ്ങൾക്കിവിടെ ജീവിക്കണം. അതാണ് പ്രാർത്ഥന, അത്രേ ഉള്ളൂ. പക്ഷെ ആ വാക്കിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? വചനമുണ്ട്. വചനമെന്ന് പറഞ്ഞാൽ എന്താണ്? വചനമെന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന വാഗ്ദാനമാണ്. ആ വാക്കിൻ്റെ ഉള്ളിലാണ് ദാനമിരിക്കുന്നത്. ക്ഷോഭിക്കുന്ന കടലിനെ പ്രാർത്ഥിക്കാൻ ആ വാക്കിൻ്റെ ഉള്ളിൽ ശാന്തതയുടെ ദാനം ദൈവം വെച്ചിട്ടുണ്ട്. ഈ ശാന്തത വലിച്ചൂരി എടുക്കുന്നതാണ് പ്രശ്നം, വിശ്വാസം. ഈ ശാന്തത വലിച്ചു എന്താണ്? ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ വചനം എന്താണ്? ഒരു ക്ലെയിമാണ് ശരിക്കും പറഞ്ഞാൽ. ഞാൻ അതിന് അതിർത്തികൾ നിശ്ചയിച്ചു കതകുകളും ഓടാമ്പലുകളും ഉണ്ടാക്കി. കതകുകളും ഓടാമ്പലുകളും ഉണ്ടാക്കി. ആർക്കാണ്? സമുദ്രത്തിന്. അപ്പോൾ എന്ത് അധികാരം സൂര്യതാപമാണെന്ന് പറഞ്ഞാലും, അതുപോലെ തന്നെ കാലാവസ്ഥ വ്യതിയാനമാണെന്ന് പറഞ്ഞാലും, ഇതിനൊക്കെ കർത്താവിൻ്റെ കയ്യിൽ അതിനൊക്കെ ഒരു നിയന്ത്രണത്തിൻ്റെ ശക്തിയുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് അതാണ് ഓർത്തത്. ജീവിക്കാൻ വേണ്ടി വിശ്വാസം പ്രഖ്യാപിക്കാതെ ഒരടി മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സമയമാണ്. അത് പ്രഖ്യാപിക്കാൻ കർത്താവ് ആ സമയത്ത് തോന്നിച്ചതാണ്. അതാണ് ഞാൻ ആസ്തി എന്ന് പറഞ്ഞതിൻ്റെ കാരണം. ഇങ്ങനെ ഓരോ കാര്യം നമ്മുടെ ജീവിതത്തിൽ ഓരോരോ വിഷയങ്ങൾ വരുന്നതിൻ്റെ ഉദ്ദേശം നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ്. അവിടെ എന്താണ് വിശ്വാസം എന്ന് പറയുന്നത്? എന്തെങ്കിലും വിശ്വാസം പ്രഖ്യാപിച്ചിട്ട് കാര്യമില്ല. ഇന്നിപ്പോൾ എന്തെല്ലാം വിഷയങ്ങളാണ് സഭയ്ക്ക് എതിരെയൊക്കെ ഓരോരുത്തർ. കാര്യം ഇന്ന് കേരളത്തിൻ്റെ സെൻറ്റിമെൻറ്റ്സ് ഭയങ്കരമായ രീതിയിൽ മോശമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണിത്. ഇപ്പം ഒരു 10-15 കൊല്ലമേ ആയുള്ളൂ. അതായത് പണ്ട് ഇങ്ങനെ ഇന്ന് കാണുന്ന രീതിയിലുള്ളൊരു മാനസികാവസ്ഥ അല്ലായിരുന്നു. വളരെ ശാന്തവും സൗമ്യവുമായി വന്നു. അപ്പോൾ ഒരു മതത്തിൻ്റെ പ്രത്യേക ഒരു വിഭാഗം, അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിൻ്റെ പ്രത്യേക തീവ്ര വിഭാഗങ്ങൾ, അത് ഇന്ന മതം എന്ന് പറയണില്ല, ഏതെങ്കിലും മതത്തിൻ്റെ ഏതെങ്കിലും തീവ്ര വിഭാഗങ്ങൾ മനുഷ്യൻ്റെ സമാധാനം ശരിക്കും ഭീഷണിയാകുമ്പോഴാണ് വ്യത്യസ്തമായ കാലാവസ്ഥകൾ, സാമൂഹ്യ കാലാവസ്ഥകൾ ഉണ്ടാകുന്നത്. പക്ഷേ അതിനെതിരെ ഫൈറ്റ് ചെയ്യുക, അങ്ങനെ അതിനെതിരെ പ്രതിരോധിക്കുക, അതിൻ്റെ രീതിയിൽ അങ്ങനെ സ്വാഭാവികമായിട്ട് അത് പ്രധാനപ്പെട്ട വിഷയമായിട്ട് കരുതുന്ന ആൾക്കാർ അതതിൻ്റെ വിഷയമായിട്ട് പോകും. പക്ഷേ എപ്പോഴും ചെയ്യേണ്ടത് എന്താണ്? സഭയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയങ്ങളെല്ലാം കൈകാര്യം ചെയ്യേണ്ടത് വിശ്വാസത്തിലൂടെയാണ്. ലംബാർഡ്സ്, വിസിഗോഡ്സ്,
മൂർസ് അങ്ങനെയുള്ളവരെല്ലാം നാഗരികതയെ ചവിട്ടിക്കൂട്ടുന്ന കാലത്ത് എന്താണ് ചെയ്തിരിക്കുന്നത്? നമ്മൾ യൂട്യൂബിലൂടെ ഒരു പ്രസംഗം കാച്ചുകയാണ് ചെയ്തത്. അല്ല, എന്താ ചെയ്തത്? ക്ലാരപ്പുണ്യാളത്തിൽ ചെന്നിട്ട് ദിവ്യകാരുണ്യം എടുത്തുകൊണ്ട് വന്നിട്ട് ഈ ലൊംബാർഡ്സിൻ്റെയും വിസിഗോട്ട്സിൻ്റെയും നേരെ, കൊള്ളക്കാരുടെ നേരെ മഠമാക്രമിക്കാൻ വന്ന, നാട്ടിൽ കൊള്ളക്കാരും തീവപ്പും നടത്തിക്കൊണ്ടിരുന്ന കണ്ണിബാൾസ് പോലെ, അതിൻ്റെ അകത്ത് നരഭോജികൾ പോലെയുള്ള മനുഷ്യരുണ്ടായിരുന്നു. അവിടെ നേരെ കർത്താവിൻ്റെ ദിവ്യകുർബാന കാണിക്കുകയാണ് ചെയ്യണത്. ആ ദിവ്യകുർബാനയിൽ നിന്ന് ശക്തി പുറപ്പെടുവിച്ചിട്ട് അവർക്ക് വേറെ ചില കാര്യങ്ങൾ, അവർ പട്ടാളത്തിൻ്റെ വലിയ ബ്രിഗേഡ് നിൽക്കണ പോലെ തോന്നിയിട്ട് അവർ നഗരം വിട്ടു പോയ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം 100 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഇന്ന് വിശുദ്ധ തോമസ് അക്വീനാസിൻ്റെ തിരുനാളാണ്. തോമസ് അക്വീനാസിനോട് മാർപ്പാപ്പ ഗ്രിഗറി പറഞ്ഞു, നിങ്ങൾ ബ്ലെസ്സഡ് സാങ്ക്രമെൻറ്റിനെ കുറിച്ചൊരു വചനം, ഒരു 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 പാട്ടെഴുതാൻ പറഞ്ഞു, ഒരു ഹിം എഴുതാൻ പറഞ്ഞു. തോമസ് അക്വീനാസിൻ്റെ ഉള്ളിൽ അദ്ദേഹം ഒരു ദിവ്യകുർബാനയുടെ വലിയ ഭക്തരാണ്. ദിവ്യകുർബാനയുടെ പണ്ഡിതനല്ല, ഒരു കഥയില്ല അതിൻ്റെ അകത്ത്. ദിവ്യകുർബാനയുടെ ഭക്തൻ. കാര്യം പാണ്ഡിത്യമെല്ലാം കർത്താവിൻ്റെ വചനത്തിലുണ്ട്. നമ്മളതിനെ വിശ്ലേഷിച്ച് ഉള്ളി പൊളിച്ചില്ലാതെ അടക്കാതെ കർത്താവിൻ്റെ വചനത്തിൽ അവരെന്താണ്, അവൻ പറഞ്ഞ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ടാണ് രാജസേവകൻ പോണത്. അവൻ പറഞ്ഞ വാക്കെങ്ങാനും പഠിച്ചുകൊണ്ട് പോയെങ്കിൽ അവൻ്റെ കാര്യം പോക്കായിരുന്നു. രാജസേവകൻ്റെ വൃത്തിയിൽ എന്താ ചെയ്തിരിക്കണത്? രാജസേവകൻ എന്താ ചെയ്തിരിക്കണത്? നീ പൊയ്ക്കൊള്ളുക, നിൻ്റെ മകൻ സുഖം പ്രാപിക്കും. 4:50 എന്താ പറയണത്? അവൻ പറഞ്ഞ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് അവൻ പോയി. ആ തൽക്ഷണം അവൻ സുഖം പ്രാപിച്ചു. ഞാൻ ഓർക്കണേ, അവൻ പറഞ്ഞത് എങ്ങാനും പഠിക്കാനാണ് അവൻ പോയിരുന്നെങ്കിൽ അവൻ്റെ കാര്യം പോക്കുക, മകൻ്റെ കാര്യം പോക്കായിരുന്നു. കാര്യം ഇത് പഠിക്കുന്നതിലൂടെ അല്ല നമുക്ക് വിശ്വാസം ഉണ്ടാകുന്നത്. ആ വചനത്തിലാണ് വിശ്വസിക്കുന്നത് നമ്മൾ. വചനത്തിൻ്റെ ഇതൊന്നും വേണ്ടെന്നല്ല, പ്രബുദ്ധമായ ഒരു ആധ്യാത്മികതയ്ക്ക് ഇതിൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ അതിലല്ല, അതിൻ്റെ പശ്ചാത്തലം മാത്രമാണ്, അതിൻ്റെ കവറിങ്ങാണ്. ഒരു ബിസ്ക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കവറിനാണ് നമ്മൾ തിന്നണത്, ബിസ്ക്കറ്റാണ് തിന്നണത്? അതാണ് വിഷയം. ഒരു ബിസ്ക്കറ്റ് നമ്മുടെ കിട്ടി, അല്ലെങ്കിൽ നമുക്കൊരു ഓറഞ്ച് കിട്ടി, ഒരു ആപ്പിൾ കിട്ടി, തൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ട് ആപ്പിൾ കഴിക്കും. ചില ആൾക്കാർ അല്ലാതെയും കഴിക്കും. ഓറഞ്ച് തൊലി പൊളിച്ച് കളഞ്ഞിട്ടാണ് കഴിക്കണത്. അപ്പോൾ ഇത് പഠനങ്ങളെല്ലാം, അതിനെക്കുറിച്ചുള്ള അറിവുകളെല്ലാം അതിൻ്റെ കവറിങ്ങാണ്. കാമ്പല്ല, കാമ്പ് വേറെ, കവറ് വേറെ. അതായത് കാമ്പെന്ന് പറയണത് കർത്താവ് തന്നെയാണ്. എന്താണ്? വചനമല്ല, അവൻ പറഞ്ഞ വചനം. ആര്? ക്രിസ്തു പറഞ്ഞ വചനം. ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ, കർത്താവേ, ജീവിതത്തിലെ അങ്ങ് പറഞ്ഞ വചനം രാജസേവകനെ പോലെ, ശതാധിപനെ പോലെ വിശ്വസിക്കുവാൻ, നടപ്പിൽ വരുത്തുവാൻ ഞങ്ങൾക്ക് അഭിഷേകം നൽകണമേ. യേശു കർത്താവാണെന്ന് അക്ഷരം കൊണ്ട് പ്രഖ്യാപിക്കുവാൻ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു വന്ന റോമാ 10:9 പോലെ വിശ്വസിക്കുവാൻ ഞങ്ങൾക്ക് അഭിഷേകം നൽകണമേ. ആ വിശ്വാസത്തെ എന്റെ ജീവിതത്തിന്റെ പ്രത്യേക പ്രതിസന്ധികളിലേക്ക് യേശുനാമത്തിൽ പ്രഖ്യാപിക്കുവാൻ പ്രത്യേക അഭിഷേകം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ.